ഗുഡ് ഈവനിങ്. ഇനി ഇത്തിരി ലേറ്റ് ആയിപ്പോയി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം PG സീനിയേഴ്സിനും പിന്നെ UGക്കാർക്കൊക്കെ വീഡിയോ എടുക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത്തിരി ലേറ്റ് ആയിപ്പോയി. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പം നമ്മളിപ്പം കറൻ്റ്ലി നമ്മൾ ലീനിയർ ട്രാൻസ്ഫോർമേഷനെ പറ്റി പറഞ്ഞു. പിന്നെ നമ്മുടെ ഓർഡിനേറ്റ്സിനെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾക്ക് കുറച്ച് പ്രോബ്ലംസും കൂടെ ചെയ്യാനുണ്ട്. ഇത് ഓർഡിനേറ്റ്സിൻ്റെ സെക്ഷനിൽ വരുന്ന പ്രോബ്ലംസ് ആണ്. കുറച്ച് പ്രോബ്ലംസ് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോ ഇടാമെന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷൻസ് ആണ് കേട്ടോ. ഓർഡിനേറ്റ്സിൻ്റെ നമ്മൾ കോർഡിനേറ്റ്സ് കണ്ടുപിടിച്ചില്ലേ. ഒരു വിത്ത് റെസ്പെക്ട് ടു ഓർഡേർഡ് ബേസിസ് കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുന്ന പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അതിൻ്റെ ബാക്കി വരുന്ന കുറച്ച് സെക്ഷനാണ്. അതിൽ ഇന്നലെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ ഒക്കെ വെച്ചിട്ടുള്ളത് നമ്മൾ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്കതിൻ്റെ ബാക്കി നോക്കാം. നമുക്കൊരു 2 3 പ്രോബ്ലംസേ ഉള്ളൂ. 3 പ്രോബ്ലംസേ ഉള്ളൂ. 3 പ്രോബ്ലംസ് ഉണ്ട്. ഓക്കെ, 3 പ്രോബ്ലംസും കൂടെ ഉള്ളൂ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. കൺസിഡർ the ordered basis B equal to set of 1 plus x, 3 plus 2x, 1 plus x square. Okay, B is equal to 1 plus x, 3 plus 2x, 1 plus x square for the space of polynomials. For the space of all polynomials. For the space of all polynomial functions. Polynomial functions നിന്നും polynomial functions എന്ന് വെച്ചാൽ നമ്മുടെ വെക്റ്റർ സ്പേസ് ഇവിടെ polynomial functions ആണ്. അതിലുള്ള പോളിനോമിയൽസിൻ്റെ ബേസിസ് ആണ് പറഞ്ഞേക്കുന്നത്. ഇത് കണ്ടാൽ തന്നെ നമുക്കറിയാം ഇവരുടെ ഡിഗ്രി എന്തായിരിക്കും മക്കൾ. ഏത് ടൈപ്പ് ഓഫ് പോളിനോമിയൽ ഫംഗ്ഷൻസ് വരികയാണ് ഇവിടെ വരിക? ഓഫ് ഡിഗ്രി 2 വരെ അല്ലേ. കാരണം 1 plus x, 2x, 3x സ്ക്വയർ വരെ അല്ലേ ഉള്ളൂ. അപ്പം അറ്റ്മോസ്റ്റ് എന്താണ്? ഓഫ് അറ്റ്മോസ്റ്റ് ഡിഗ്രി 2 വരെ. ഓക്കെ, അപ്പോൾ 2 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്തുവാ? ഫൈൻഡ് ദ കോർഡിനേറ്റ് മെട്രിക്സ് ഓഫ് ദി വെക്റ്റർ. Find the coordinate matrix of the vector. P of x equal to 1 plus x square with respect to b. ഓക്കെ, നമ്മളോട് ഫസ്റ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് 1 plus x സ്ക്വയറിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് വെച്ചാൽ ഈ 3 ആൾക്കാർ അല്ലേ. ഈ മൂന്ന് ബേസിസിലെ ഈ 3 ആൾക്കാരുടെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതുമ്പോൾ 1 plus x സ്ക്വയറിനെ നമ്മൾ എഴുതുമ്പോൾ അവിടെ വരുന്ന സ്കെയിലേഴ്സ് അല്ലേ, അതാണ് കോർഡിനേറ്റ്സ്. പിന്നെയോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചേക്കുന്നത്? ബി ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചേക്കുന്നത്? ബി ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് if P of x with respect to b. ഓക്കെ, കോർഡിനേറ്റ്സ് ഓഫ് P of x with respect to b എന്ന് പറയുന്നത് 4 minus 1 7 ആണെങ്കിൽ ഫൈൻഡ് P of x. ഓക്കെ, 4 minus 1 7. ഓക്കെ, 4 minus 1 7 ആണെങ്കിൽ എന്താണ്? ഫൈൻഡ് P of x. ഓക്കെ, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് തുടങ്ങിയാലോ. നമ്മൾ ചെയ്ത പ്രോബ്ലം തന്നെയാണ് അല്ലേ. ഇവിടെ നമുക്ക് പോളിനോമിയൽസ്, നേരത്തെ അവിടെയൊക്കെ നമുക്ക് ജസ്റ്റ് വെക്റ്റേഴ്സ് മാത്രമേ, നമ്പേഴ്സ് മാത്രമേ ഇരുന്നുള്ളൂ. പക്ഷേ ഇവിടെ പോളിനോമിയൽസ് വന്നു. അപ്പോൾ ഇക്വേഷൻ അത്യാവശ്യം ഒന്ന് വലുതായി അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം എന്തെടുക്കാം? ഫസ്റ്റ് ആൾ കണ്ടുപിടിക്കാം അല്ലേ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 1 plus x സ്ക്വയറിൻ്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം സ്കെയിലേഴ്സ് എടുക്കാം. എന്നിട്ട് x1, x2, x3 ബിലോങ്സ് ടു f ആണ്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്താം? 1 plus x സ്ക്വയറിൻ്റെ ഇവരുടെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാം അല്ലേ. x ഇൻറ്റു x1 ഇൻറ്റു ബേസിൽ 1 plus x പ്ലസ് x2 ഇൻറ്റു ബേസിൽ 3 plus 2x പ്ലസ് x3 ഇൻറ്റു 1 plus x പ്ലസ് x സ്ക്വയർ. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം അല്ലേ. അപ്പോൾ എന്ത് വരും? x1 പ്ലസ് x ഇൻറ്റു x1ഉം എക്സും മാറിപ്പോകരുതേ. ഒന്ന് കോഎഫിഷ്യൻസ് ആണ്, ഒന്ന് സ്കെയിലറാണ്, ഒന്ന് വേരിയബിൾ ആണ്, ഒന്ന് സ്കെയിലറാണ് കേട്ടോ. അപ്പോൾ 3x2 പ്ലസ് 2x x2 അല്ലേ, പ്ലസ് x3 plus x3 plus x3 സ്ക്വയർ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്തുവാ?
x3 സ്ക്വയർ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്തോ ഇവരൊന്ന് റീഅറേഞ്ച് ചെയ്യണം ഇൻ ദ ഓർഡർ ഓഫ്, നമുക്കിതൊരു പോളിനോമിയൽ ഫോമിലല്ലേ വേണ്ടത് എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ മോസ്റ്റ് ഓഫ് ഇത് ക്വാഡ്രാറ്റിക് ആണ്, അപ്പോൾ ക്വാഡ്രാറ്റിക്കിനെ ജനറൽ ഫോമിലോട്ട് റീഅറേഞ്ച് ചെയ്യുക. എങ്ങനെയാ? എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി അല്ലേ, എക്സ് സ്ക്വയറിൻ്റെ ടേംസ് ഒരുമിച്ച്, എക്സിൻ്റെ ടേംസ് ഒരുമിച്ച്, കോൺസ്റ്റൻറ്റ് ടേംസ് ഒരുമിച്ച്, നമുക്കൊന്ന് ഇവരെ റീഅറേഞ്ച് ചെയ്യാം അല്ലേ. അപ്പോൾ ഞാൻ നമുക്ക് ആദ്യം കോൺസ്റ്റൻസിന് എഴുതാം. കോൺസ്റ്റൻസ് ആരൊക്കെയുള്ളത്? x1 നമ്മുടെ കോൺസ്റ്റൻ്റ് ആണ്, പിന്നെയോ 3x2 നമ്മുടെ കോൺസ്റ്റൻ്റ് ആണ്, പിന്നെയോ അത് x3 നമ്മുടെ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അവരെ ഞാൻ ഒരുമിച്ച് എഴുതി. ഓക്കെ, പ്ലസ് ഇനി അടുത്ത് എക്സും x2 x1 x2 x3 മാറിപ്പോകരുത് കേട്ടോ. ഒന്ന് സ്കേലാർ ആണെങ്കിൽ ഒന്ന് മറ്റേത് എന്തുവാ വേരിയബിൾ ആണേ, ഇത് സ്കേലാർസ് ആണ് നമ്മൾ x1 x2 x3. ഇനി അടുത്തത് എന്തുവാ? എക്സിൻ്റെ കോഎഫിഷ്യൻസ് ആരൊക്കെയാ? x1 x ഉണ്ട്, പിന്നെയോ 2x2 x ഉണ്ട്, പിന്നെയോ x3 x ഉണ്ട് അല്ലേ, പ്ലസ് അടുത്തത് x2 പിന്നെ അങ്ങ് കാര്യമായിട്ട് ആരുമില്ല, ആകെ ഒരാളേ ഉള്ളൂ, ദാറ്റ് ഈസ് x3 x2 അല്ലയോ. ഓക്കെ, അപ്പം നമുക്കിനി ഒന്നും കൂടെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ x1 പ്ലസ് 3x2 പ്ലസ് x3 പ്ലസ് ഇതെല്ലാം x കോമൺ ആണ്, സോ യു ക്യാൻ ടേക്ക് ദി x ഔട്ട്സൈഡ്, 2x2 പ്ലസ് x3 ഇൻറ്റു x പ്ലസ് x3 x2. നോ നമുക്ക് എന്ത് ചെയ്യടാ? നമുക്ക് തന്നിരിക്കുന്നത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണല്ലേ, 1+x² എന്നുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് ഇക്വേഷൻസ് എപ്പോഴാണ് ഈക്വൽ ആവുക? രണ്ട് ഒരേ ഡിഗ്രിയുള്ള ഇക്വേഷൻസ് എപ്പോഴാണ് ഈക്വൽ ആവുക? അവരുടെ കോഎഫിഷ്യൻസ് ഈക്വൽ ആകുമ്പോഴല്ലേ നമുക്ക് കോഎഫിഷ്യൻസ് തമ്മിൽ ഇക്വേറ്റ് ചെയ്താലോ. ഇവിടെ നമുക്ക് കോൺസ്റ്റന്റ് ടേം ആയിട്ട് 1 ഉണ്ട്, ഇവിടെ ആരാ ഉള്ളത്? റൈറ്റ് സൈഡിൽ ആരാ ഉള്ളത്? x1 പ്ലസ് 3x2 പ്ലസ് x3, അതാണ് നമ്മുടെ കോൺസ്റ്റന്റ് ടേം അതല്ലേ. അത് നമുക്ക് ലെഫ്റ്റ് സൈഡിലെ കോൺസ്റ്റന്റ് ടേം ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടി? x1 പ്ലസ് 3x2 പ്ലസ് x3. ഓക്കെ, ഇനിയുള്ളത് രണ്ടാമത്തെ ടേമിൻ്റെ അവസ്ഥ എന്തുവാ? എക്സിൻ്റെ കോഎഫിഷ്യൻ, ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡിൽ എക്സിൻ്റെ കോഎഫിഷ്യൻ ഉണ്ടോ? ഇല്ല അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ട് എന്തെടുക്കാം? നമുക്ക് 0 ആയിട്ട് എടുക്കാം, കാരണം അവിടെ ഇല്ലല്ലോ. അപ്പം നമുക്ക് എന്തെടുക്കാം? എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ടുള്ള x1 പ്ലസ് 2x2 പ്ലസ് x3 ഓക്കെ ഈക്വൽ ടു 0 എന്ന് കിട്ടി. വൺസ് അഗെയിൻ ഓർക്കുക, നമ്മൾ ഒരേ ഡിഗ്രിയുള്ള രണ്ട് പോളിനോമിയൽസ് ഈക്വൽ ആണെന്ന് എപ്പോഴേ പറയൂ, അവരുടെ കോഎഫിഷ്യൻസ് ഈക്വൽ ആവും കേട്ടോ. അപ്പോൾ നമ്മൾ കോൺസ്റ്റന്റ് കോഎഫിഷ്യൻസ് തമ്മിൽ കമ്പയർ ചെയ്തു, എക്സിൻ്റെ കോഎഫിഷ്യൻസ് തമ്മിൽ കമ്പയർ ചെയ്തു. ഇനി ലാസ്റ്റ് എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ എന്തുവാ? രണ്ട് സൈഡിൽ എന്തോ 1 അല്ലേ, ഇവിടെയും 1 ആണ്, ഇവിടെ 1 ആണ്, ഇവിടെയോ x3 ആണ്. സോ നമുക്ക് എന്ത് എഴുതാം? x3 ഈക്വൽ ടു 1 എന്ന് കിട്ടി. ഓക്കെ, യു ക്യാൻ പുട്ട് ദിസ് ഇക്വേഷൻ 1 2 3. നിങ്ങൾ ആദ്യം നമുക്ക് സോൾവ് ചെയ്യാം അല്ലേ, നമ്മുടെ പണി എന്തുവാ? നമുക്ക് സോൾവ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ x3യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ രണ്ട് ഇക്വേഷനിലോട്ടേക്ക്. അപ്പോൾ നമുക്ക് എന്താ വരിക? ഒന്നാമത്തെ ഇക്വേഷൻ എന്താവും? x1 ഇതിപ്പോൾ 3 വേരിയബിൾ ഇക്വേഷൻ ആണ്, പക്ഷേ മൂന്നാമത്തെ വേരിയബിളിൻ്റെ ആൻസർ ഉണ്ടല്ലേ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? x1 പ്ലസ് 3x2 പ്ലസ് 1 ഈക്വൽ ടു 1 വരും. ദാറ്റ് ഈസ് x1 പ്ലസ് 3x2 1 അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? 0. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 4 എന്ന് വിളിക്കാം അല്ലേ. പിന്നെ രണ്ടാമത്തെ ഇക്വേഷൻ ഇട്ട് കൊടുക്കുമ്പോഴോ x1 plus 2x2 plus 1 equal to 0 വരും. ദാറ്റ് ഈസ് x1 plus 2x2 equal to -1. യു ഗോട്ട് 2 ലീനിയർ ഇക്വേഷൻ അല്ലേ. നമുക്കതിന് സോൾവ് ചെയ്യാം. രണ്ട് ഇക്വേഷൻ 4ലും 5ലും x1ൻ്റെ കോഎഫിഷ്യൻറ്റ് സെയിം ആണ്. സോ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 4 - 5 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് വരും? x1ഉം x1ഉം ക്യാൻസൽ ആയി പോകും. 3x2 - 2x2 x2 വരും. 0 - -1 അപ്പോൾ എന്തുവാ? 1 വരും അല്ലേ. അപ്പോൾ x2ൻ്റെ വാല്യൂവും കിട്ടി. ഓക്കെ, so you got the value of x22. വാല്യൂ ഇതൊന്നുമില്ല. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ഈ x2 നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? ഏതിട്ട് കൊടുക്കാം? ഞാൻ അഞ്ചാമത്തിൽ ഇട്ട് കൊടുക്കുകയാണേ. അപ്പം അഞ്ചാമത്തിൽ ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും? x1 പ്ലസ് 2 ഇൻറ്റു 1 ഈക്വൽ ടു -1 അല്ലേ. അപ്പോൾ x1 ഈക്വൽ ടു -1 -2 വരും. ദാറ്റ് ഈസ് -3. കഴിഞ്ഞില്ലേ. അപ്പോൾ x1 -3 ആണെന്ന് കിട്ടി, x2 1 ആണെന്ന് കിട്ടി, x3യും 1 ആണെന്ന് കിട്ടി. നമ്മുടെ സ്കാലാസ് എന്താണ്? കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാടാ? എങ്ങനെ എഴുതാം? p of x അല്ലേ. നമ്മുടെ പോളിനോമിയലിനെ p of x ആണ് ജനറലി വിളിക്കാറ്. കോർഡിനേറ്റ്സ് ഓഫ് p of x വിത്ത് റെസ്പെക്ട് ടു സ്റ്റാൻഡേർഡ് ബേസിസ് b എന്തുവാണ് പറഞ്ഞേ? -3 1 1. ഓക്കെ ഓക്കെ, നമുക്ക് ഒന്നും കൂടെ ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. എന്താണ്? ഇഫ് ബി പാർട്ട് എന്തോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ x1ഉം x2ഉം എക്സും മാറിപ്പോകരുതേ. വെറും x എന്നുള്ള വേരിയബിൾ ആണ്. x1 x2 x3 സ്കാലാസ് ആണ്. പിന്നെ രണ്ട് പോളിനോമിയൽസ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യുമ്പോൾ യൂഷ്വലി രണ്ട് ഓർഡേർഡ് പെയർസ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കോമ്പണന്റ് വൈൻസ് ഈക്വൽ ആണെന്ന് പറയാം അല്ലേ. ഇവിടെ രണ്ട് ഇക്വേഷൻ ആണ് തന്നേക്കുന്നത് ആൻഡ് ഹാവിങ് സെയിം ഓർഡർ സെയിം ഡിഗ്രി അല്ലേ. അങ്ങനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ അവരുടെ സ്കാലാസ് തമ്മിൽ വേണം നമ്മൾ ഇക്വേറ്റ് ചെയ്യാൻ കേട്ടോ. രണ്ട് പോളിനോമിയൽസ് ഓഫ് സെയിം ഓർഡർ ഈസ് സെഡ് ടു ബി ഈക്വൽ നമ്മൾ എപ്പോഴാണ് പറയുക?
എപ്പോഴാണ് പറയുക? അവിടെ കറസ്പോണ്ടിങ് കോഎഫിഷ്യൻസ് അല്ലേ, രണ്ട് പോളിനോമിയൽസ് എപ്പോഴും ഈക്വൽ എന്ന് പറയാം കറസ്പോണ്ടിങ് കോഎഫിഷ്യൻസ് സെയിം ആകുമ്പോൾ. ഓക്കെ, അപ്പോൾ നമ്മൾ അവരുടെ ഓരോ കറസ്പോണ്ടിങ് കോഎഫിഷ്യൻസ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യണം കേട്ടോ. ഇനി അടുത്തത് എന്തുവാ, നമുക്ക് തന്നിട്ടുണ്ട് ഏതൊരു പോളിനോമിയലിൻ്റെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. ദർ ആസ്ക് യു ടു റൈറ്റ് ദ പോളിനോമിയൽ അല്ലേ. സുഖല്ലേ, നമുക്ക് തന്നു, നമുക്കിനി ഉണ്ടാക്കിയാൽ പോരെ അല്ലേ. പി ഓഫ് എക്സ് കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ പി ഓഫ് എക്സിനെ ഈ ബിയിലെ ആൾക്കാരുടെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതുമ്പോൾ x1 ഇൻറ്റു എന്താ പറയുക 1 പ്ലസ് എക്സ് അല്ലേ, x1 ഇൻറ്റു 1 പ്ലസ് എക്സ് പ്ലസ് x2 ഇൻറ്റു 3 പ്ലസ് 2x പ്ലസ് x3 ഇൻറ്റു 1 പ്ലസ് എക്സ് സ്ക്വയർ അല്ലേ. ഇങ്ങനെ നമുക്ക് എഴുതുമ്പോൾ കിട്ടുന്നതാണ് പി എക്സ് എന്ന് പറഞ്ഞാൽ x1 x2 x3യുടെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലേ. പി ഓഫ് എക്സിനെ നമ്മൾ 1 പ്ലസ് എക്സ് 3 പ്ലസ് 2x 1 പ്ലസ് എക്സ് സ്ക്വയറിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാൻ ആവശ്യമുള്ള സ്കേലാസ് നമുക്ക് തന്നിട്ടുണ്ട്. തിരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ നമുക്ക് പി ഓഫ് എക്സ് കിട്ടത്തില്ലേ. അപ്പോൾ എന്ത് വരും, x1 4 ആണ്, 4 ഇൻറ്റു 1 പ്ലസ് എക്സ് പ്ലസ് -1 ഇൻറ്റു 3 പ്ലസ് 2x x3യോ പ്ലസ് 7 ഇൻറ്റു 1 പ്ലസ് എക്സ് സ്ക്വയർ അല്ലേ. എന്ത് വരും, 4 പ്ലസ് 4x വരും, -3 മൈനസ് 2x വരും, പ്ലസ് 7 പ്ലസ് 7x സ്ക്വയർ വരും അല്ലേ. 4 മൈനസ് 3 എന്തുവാ 1 ആണ്. 4 മൈനസ് 3 പ്ലസ് 7 ഉണ്ട് അല്ലേ, സോറി. അപ്പോൾ എന്ത് വരിക, 4 പ്ലസ് 4 8 വരും അല്ലേ. 4x മൈനസ് 2x പ്ലസ് 2x വരും പ്ലസ് 7x സ്ക്വയർ വരും അല്ലേ. വെയിറ്റ് ഓക്കെ, എവിടെയെങ്കിലും മിനിറ്റ്, മൈനസ് 2x വരും -2x. ഇവിടെ 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഉണ്ടല്ലേ. സോറി കേട്ടോ, നിങ്ങളിത് കാണുന്നുണ്ടെങ്കിലും ശ്രദ്ധമായി മാറ്റിയതാണേ. ഞാൻ 1 പ്ലസ് എക്സ് സ്ക്വയറിന് മാത്രം എടുത്തു പോയി, അതൊരു ചെറിയ കുഞ്ഞു കൺഫ്യൂഷൻ വന്നു കേട്ടോ, സോറി. എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഓക്കെ. അപ്പോൾ എന്ത് വരും, 7 പ്ലസ് 7 സ്ക്വയർ പ്ലസ് 7x വരും. സോ എന്തായി, 4x മൈനസ് 2x 2x പ്ലസ് 7x 9x വരും അല്ലേ. സോ 8 പ്ലസ് 9x പ്ലസ് 7x സ്ക്വയർ ദാറ്റ് ഈസ് പി ഓഫ് എക്സ് എന്താന്ന് കിട്ടി, 7x സ്ക്വയർ പ്ലസ് 9x പ്ലസ് 8. ഈ ഒരു പോളിനോമിയലിൻ്റെ കോർഡിനേറ്റ്സ് ആണ് വിത്ത് റെസ്പെക്ട് ടു ദ സ്റ്റാൻഡേർഡ് ബേസിസ് ആണ് എന്ത് തന്നേക്കുന്നത്, 4 - 1 7 തന്നേക്കുന്നത്. ഓക്കെ, തന്നിട്ട് തിരിച്ച് പോളിനോമിയൽ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ വെക്ടർ കണ്ടുപിടിക്കാൻ ഭയങ്കര സുഖമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എഴുതിയാലോ. അടുത്ത അത്യാവശ്യം ലെങ്തി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ലെറ്റ് വി ബി എ ക്യാപിറ്റൽ വി ബി എ റിയൽ വെക്റ്റർ സ്പേസ് ഓഫ് ഓൾ പോളിനോമിയൽസ്. polynomial functions, okay, from R into R of degree 2 or less, that is space of all functions. എന്ന് വെച്ചാൽ എന്താണ്, വി എന്ന് പറയുന്നത് ഒരു പോളിനോമിയൽ ഫംഗ്ഷൻസിൻ്റെ വെക്റ്റർ സ്പേസ് ആണ് ഓഫ് ഡിഗ്രി 2 ഓർ ലെസ്. എന്ന് വെച്ചാൽ ക്വാഡ്രാറ്റിക്കല്ലേ, ക്വാഡ്രാറ്റിക് താഴെ ലീനിയറോ ക്വാഡ്രാറ്റിക് ആ വരുന്ന ഫംഗ്ഷൻസുകളുടെ പോളിനോമിയൽ ഫംഗ്ഷൻസിൻ്റെ വെക്റ്റർ സ്പേസ് ആണ് എന്ത്, നമ്മുടെ വി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ സ്പേസ് ഓഫ് ഓൾ. അവിടെ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് ദ സ്പേസ് ഓഫ് ഓൾ functions f of the form f of x എങ്ങനെ വരൂടാ, മാക്സിമം അറ്റ്മോസ്റ്റ് ഡിഗ്രി 2 എന്നാണ് പറയുന്നത്. അപ്പോൾ 2 വരാം, അതിൽ താഴെയുള്ളതും വരാം അല്ലേ. അപ്പോൾ മാക്സിമം ഡിഗ്രി 2 ആയതുകൊണ്ട് നമുക്ക് ക്വാഡ്രാറ്റിക്കിൻ്റെ ഇക്വേഷൻ എഴുതാം. c0 + 1 c1x + c2x² അല്ലേ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഈ ഒരു ഫോമിലായിരിക്കും ഇതിൽ ഫംഗ്ഷൻസ് കിടക്കുക അല്ലേ. എല്ലാവർക്കും വാല്യൂ ഉണ്ട്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിരിക്കും. ഇതിൽ ഏതെങ്കിലും ഇപ്പോൾ c1 0 ആണെങ്കിൽ ഓക്കെ ക്വാഡ്രാറ്റിക്, ഇനി c2 0 ആണെങ്കിലോ ലീനിയർ ഇക്വേഷൻ ആയിരിക്കും. ഇനി c1 c2 0 ആണെങ്കിലോ കോൺസ്റ്റൻ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ മാക്സിമം എന്തുണ്ടാവും, ക്വാഡ്രാറ്റിക് വരെയുള്ള എല്ലാ പോളിനോമിയൽസും ഇതിലുണ്ടാവും. ഓക്കെ, ലെറ്റ് t be a fixed real number and define g1 of x equal to 1, g2 of x equal to x plus t, g3 of x equal to x plus t whole square. ഓക്കെ, നമുക്ക് 3 ഫങ്ഷൻസ് തന്നിട്ടുണ്ട്. നമ്മൾ എന്താ കാണിക്കാൻ പറഞ്ഞേക്കുന്നത്, പ്രൂവ് ദാറ്റ്
ബി ഈക്വൽ ടു G1 G2 G3 ഈസ് എ ഇത് ബേസിസ് ആണ് കാണിക്കണം കേട്ടോ. ഈസ് എ ബേസിസ് ഫോർ V if f of x is equal to c0 plus c1x plus c2x square ആണെങ്കിൽ what are the coordinates of f? Okay, what are the f of x എന്ന് പറയുന്നത് c0 plus c1x plus c2x square ആണെങ്കിൽ what are the coordinates of f? Okay, f ന്റെ coordinates കണ്ടുപിടിക്കുക in the ordered basis p. What are the ordered basis b. അപ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്, നമുക്ക് നമ്മുടെ സെറ്റ് വി എന്ന് നമ്മുടെ വെക്റ്റർ സ്പേസ് വി എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽ ഫംഗ്ഷൻസ് ആണ്. ഓക്കെ, 4 എല്ലാവരും ജനറൽ ഫോമും തന്നിട്ടുണ്ട്. ആൻഡ് ഒരു ഫിക്സ് നമ്പർ ആണ്. നമുക്ക് 1 x + t ഹോൾ സ്ക്വയർ ടി ഒരു നമ്പർ ആണ് കേട്ടോ. 3 വാല്യൂസ് തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ 1 x + t ഹോൾ സ്ക്വയർ എന്തെന്നാണ് കാണിക്കണം, ഒരു ബേസിസ് അബിയുടെ ബേസിസ് ആണ് കാണിക്കണം. കൂടാതെ നമുക്ക് എഫ് ഓഫ് എക്സ് ഇതാണ് c0 plus c1x plus c2x square ആണ് നമ്മുടെ ഫംഗ്ഷൻ എങ്കിൽ അതിൻ്റെ കോർഡിനേറ്റ്സും അവിടെ കണ്ടുപിടിക്കണം വിത്ത് റെസ്പെക്ട് ടു ദി ബി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പണി എന്തുവാണ് ഇത്? അതെ, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് കാണിക്കണം അല്ലേ. നമ്മുടെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞാൽ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് കാണിക്കണം അല്ലേ, ബേസിസ് ആണ് കാണിക്കണ്ടേ. അപ്പോൾ എന്ത് ചെയ്യാം, സ്കെയിലർ എടുക്കാം അല്ലേ. ലെറ്റ് c1 c2 c3 ബിലോങ്സ് ടു എഫ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ലീനിയർ കോമ്പിനേഷൻ എഴുതാം? c1 into g1 plus c2 into g2 plus c3 into g3 equal to 0. ഓക്കെ, എന്ന് വെച്ചാൽ c1 into 1 plus c2 into എന്തായിരുന്നു x plus t അല്ലേ, x plus t plus c3 into x plus t whole square equal to. ഇപ്പുറത്ത് ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്താ മക്കളെ വരിക? ഇത് വരുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? പിന്നെ എന്താണ് ഒരു പോളിനോമിയലിൽ കിട്ടുക. അപ്പോൾ റൈറ്റ് സൈഡിൽ ഒരു പോളിനോമിയൽ വേണ്ട. റൈറ്റ് സൈഡിൽ ഏത് പോളിനോമിയലായിരിക്കും നമുക്ക് വേണ്ടി വരിക? 0 ആണല്ലേ. സോ 0 പോളിനോമിയലായിരിക്കും വരിക. കാരണം നമ്മൾ ഈ c1 into g1 plus c2 g2 plus c3 g3 നമ്മൾ എക്സ്പാൻഡ് ചെയ്താൽ യു വിൽ ഗെറ്റ് എ പോളിനോമിയൽ ഓഫ് ഡിഗ്രി 2 അല്ലേ, ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഇക്വേറ്റ് ചെയ്യണമെങ്കിൽ റൈറ്റ് സൈഡിലും പോളിനോമിയൽ വേണ്ടേ, എന്നാലേ നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ നമുക്ക് 0നെ എങ്ങനെ എഴുതാം? 0 പോളിനോമിയലാക്കി എഴുതാം കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ 0 പോളിനോമിയലാക്കി എഴുതാം. ഓക്കെ, എക്സ് സ്ക്വയർ. ഇനി എന്ത് ചെയ്യുക, നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യുമ്പം c2x plus c2t. അടുത്തതോ c3 into x plus t x square plus 2xt plus t square അല്ലേ, is equal to 0 plus 0x plus 0x square വരും. that is c1 plus c2x plus c2t plus c3x square plus 2c3xt plus c3t square equal to 0 plus 0x plus 0x square. Okay, now what you can do, നമുക്കൊന്ന് ഇതിലൊന്ന് റീഅറേഞ്ച് ചെയ്യണം അല്ലേ, കോൺസ്റ്റൻറ്റുകളൊക്കെ ഒരുമിച്ചാക്കുക. അപ്പോൾ c1 പിന്നെയോ c2t കോൺസ്റ്റൻ്റ് ആണ്, t നമ്പറാണ് നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെയോ ഞാനുണ്ടോ അവിടെ? ഇല്ലല്ലേ, c2t മാത്രമേ ഉള്ളൂ കോൺസ്റ്റൻ്റ് ആയിട്ട്. അല്ല, c3t സ്ക്വയർ ഇല്ലേ, t കോൺസ്റ്റൻ്റ് ഇല്ലേ, അവരുണ്ട്. പിന്നെയോ എക്സുകളെ ഞാൻ ഇവിടുന്ന് പുറത്തേക്ക് എടുക്കാം കേട്ടോ. c2x c2 ഉണ്ട്, എക്സ് ഉണ്ട്. പിന്നെയോ 2c3xt ഇല്ല, അതിൽ ചിലപ്പോൾ 2 plus 2c3tx ഉണ്ട്. വേറെ എവിടെ എക്സ് ഉണ്ടോ? ഇല്ല. ഇൻറ്റു എക്സ് പ്ലസ് അടുത്തത് എക്സ് സ്ക്വയർ, ലാസ്റ്റ് ടേം c3x square മാത്രമേ ഉള്ളൂ അല്ലേ, ഈക്വൽ ടു 0 plus 0x plus 0x square. Now what you have to do, you have to equate the coefficients. എന്ത് കിട്ടും? c1 plus c2t plus c3t square equal to 0 എന്ന് കിട്ടും. പിന്നെയോ c2 plus 2c3t equal to 0 എന്ന് കിട്ടും. ലാസ്റ്റ് c3 equal to 0. c3 0 ആണെങ്കിൽ നമുക്ക് മുകളിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൂടെ. അപ്പോൾ എന്ത് വരും? c2 plus 2 into 0 equal to 0, that is c2 0 എന്ന് കിട്ടി. അപ്പോൾ c3 0 കിട്ടുകയാണെങ്കിൽ ഫസ്റ്റ് ഇക്വേഷൻ ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും? c1 equal to 0 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് പറയാടാ, ലീനിയർ കോമ്പിനേഷൻ 0 ആണെന്ന് വെച്ചാൽ എന്താണ്, അതിൻ്റെ കൂടെ യൂസ് ചെയ്ത സ്കാലാസ് ഒക്കെ 0 ആണെന്ന് അർത്ഥം അല്ലേ. therefore set g1 set g1 g2 g3 എന്ന് പറയുന്നത് എന്താണെന്ന് പറയാൻ പറ്റും? ആർ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാൻ പറ്റും.
ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെയാണ് നമ്മളത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് കാണിക്കുക. നമ്മൾ നെക്സ്റ്റ് പണി എന്തുവാ, ഇതിനി എന്താന്ന് കാണിക്കണം, സ്പാൻ ചെയ്യുന്നുണ്ടെന്നും കൂടെ കാണിക്കണം അല്ലേ. നമുക്ക് ഇത് യൂഷ്വലി പാർട്ട് ഓഫ് ദ ബേസിസ് എന്നൊക്കെ പറഞ്ഞ് പോവാം. കാരണം സെറ്റിൽ എന്താണ് എക്സ് 3 വേരിയബിൾസ് ഉണ്ട്, ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദ ബേസിസ്, സോ ഇറ്റ് ഈസ് ഓൾസോ, പിന്നെ ഡയമെൻഷൻ ഓഫ് ആർ ക്യൂബ് 3 ആണ്, സോറി ഡയമെൻഷൻ ഓഫ് വി 3 ആണ്. ഇതിൽ മൂന്ന് പേരുണ്ട്, സോ ബേസിസ് ആണ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇത് എക്സ് പ്ലസ് ടി അത് ആരെന്താന്ന് നമുക്ക് വലിയ ഐഡിയ ഇല്ലല്ലേ. കാരണം നമുക്ക് നമ്മളെ പണി എന്തോ സ്പാൻ ചെയ്യുന്നുണ്ടോ നോക്കണം അല്ലേ. അതിനെപ്പറ്റി വലിയൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് സ്പാൻ ചെയ്യുന്നുണ്ടോ നോക്കാം. എന്ന് വെച്ചാൽ സ്കാലാസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് തന്നെ നോക്കാം അല്ലേ. ഓക്കെ, അങ്ങനെ ഞാൻ അങ്ങനെ നോക്കിക്കോ പറയാൻ കാരണം നമ്മളോട് എന്ത് ചോദിച്ചിട്ടുണ്ട് മക്കളെ, ഓർഡേർഡ് ബേസിസ് ചോദിച്ചിട്ടുണ്ട്. ഓർഡേർഡ് ബേസിസ് എന്ന് വെച്ചാൽ എന്തുവാ, ഓർഡേർഡ് ബേസ് അല്ല, നിങ്ങളോട് കോർഡിനേറ്റ്സ് ചോദിച്ചിട്ടുണ്ട് അല്ലേ. എന്ന് വെച്ചാൽ ഈ ഓർഡേർഡ് ബേസിസ് വെച്ചിട്ട് ഇവരുടെ ലീനിയർ കോമ്പിനേഷൻ എഴുതുമ്പോൾ വാട്ട് വിൽ ബി ദ സ്കാലാസ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അവിടെ നിങ്ങൾക്ക് ഈ സ്കാലാസ് കണ്ടുപിടിക്കണം, ഇവിടെ നിങ്ങൾക്ക് ഈ സ്കാലാസ് കണ്ടുപിടിക്കണം. അപ്പൊ രണ്ടും ഒറ്റയടിക്കങ്ങ് ചെയ്യുന്നല്ലേ നല്ലത്. ഓക്കെ, എന്ന് വെച്ചാൽ എന്താണ്, നിങ്ങളിപ്പോൾ ഇത് സ്പാൻ ചെയ്യുന്നുണ്ടോ നോക്കാൻ എന്ത് ചെയ്യും, നമ്മളിതിൽ വെക്ടർ എടുത്തിട്ട് ഈ ഒരു വെക്ടേഴ്സിന്റെ ആരുടെ നമ്മുടെ ഈ G1 G2 G3യുടെ ലീനിയർ കോമ്പിനേഷൻ ആക്കി നമ്മൾ എഴുതും. എന്നിട്ട് നമ്മൾ എന്തുണ്ടോ നോക്കും, അപ്പോൾ സ്കാലാസ് അവിടെ യൂസ് ചെയ്ത സ്കാലാസ് ഡിഫൈൻഡ് ആണോ അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കും. ഓക്കെ, അത് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ഇറ്റ് ഈസ് സ്പാൻ ചെയ്യുന്നു പറയാം, ഇത് ബേസിസ് ആണെന്ന് ഡയറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും അല്ലേ. ഇനി അതിന്റെ ബി പാർട്ടിലെ ക്വസ്റ്റ്യൻ എന്തോ നമുക്ക് ചെയ്യേണ്ടത്, യു ഹാവ് ടു ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് അല്ലേ. കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാന്ന് വെച്ചാൽ എന്തുവാ, നമുക്ക് ഈ വെക്ടറെ ലീനിയർ കോമ്പിനേഷൻ ആക്കി ഇവരുടെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതുമ്പോൾ എടുക്കേണ്ട സ്കാലാസ് അത് നമ്മൾ തൊട്ട് മുൻപ് കണ്ടുപിടിച്ചല്ലോ. സ്പാൻ ചെയ്യുമ്പോൾ ചെയ്യുന്ന അതേ പ്രോസസ്സ് അല്ലേ, ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതി സ്കെയിലർ തപ്പുന്നത്. രണ്ടും എന്താണ്, സെയിം പ്രോസസ്സാണ്. അപ്പോൾ രണ്ട് തവണ റിപ്പീറ്റ് ചെയ്യേണ്ടത്, അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ സ്പാനും കൂടെ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് കിട്ടി. അപ്പോൾ രണ്ടാമത്തെ ക്ലെയിം എന്തുവാ, സ്പാൻ ഓഫ് ബി എന്ന് പറയുന്ന വി ആണെന്ന് കാണിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം വി എന്നൊരു എലമെന്റിന് എടുക്കാം അല്ലേ. വിയിൽ എലമെന്റിന്റെ ഫോം എന്തായിരുന്നു, C0 പ്ലസ് C1x പ്ലസ് C2x² ആണ്. വിയിലത്തെ ആൾക്കാർ നമുക്ക് തന്നു. നമ്മുടെ പണി എന്തുവാ, ഇവരെ ബിയുടെ ലീനിയർ കോമ്പിനേഷൻ ആക്കി നമുക്ക് എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് വെച്ചാൽ സ്കാലാസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ. ഇപ്പോൾ സികളൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് സ്കാലാസ് ആയിട്ട് K2 K1 K2 K3 എടുക്കാം കേട്ടോ. ബിലോങ്സ് ടു എഫ് ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണ് എങ്ങനെ എഴുതാൻ പറ്റണം, C0 പ്ലസ് C1x പ്ലസ് C2x² ഈക്വൽ ടു K1 ഇൻറ്റു G1 പ്ലസ് K2 ഇൻറ്റു G2 പ്ലസ് K3 ഇൻറ്റു G3. ഇവിടെ ലീനിയർ കോമ്പിനേഷൻ ആക്കി നമ്മൾ എഴുതി. നമ്മുടെ പണി എന്തുവാ, ഈ സ്കാലാസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ. അതിനുവേണ്ടി നമുക്കിത് എക്സ്പാൻഡ് ചെയ്യാം. K1 ഇൻറ്റു 1 പ്ലസ് K2 ഇൻറ്റു x പ്ലസ് ടി പ്ലസ് K3 ഇൻറ്റു x പ്ലസ് ടി ഹോൾ സ്ക്വയർ അല്ലേ. ദാറ്റ് ഈസ് K1 പ്ലസ് K2x പ്ലസ് K2t പ്ലസ് K3 ഇൻറ്റു x പ്ലസ് ടി ഹോൾ സ്ക്വയർ എന്ത് x² പ്ലസ് 2xt പ്ലസ് t² അല്ലേ. that is K1 plus K2x plus K2t plus K3x² plus K3 into 2xt plus K3t² അല്ലേ. നമുക്കിനി എന്ത് ചെയ്യുക, പോളിനോമിയലായതുകൊണ്ട് ഒന്ന് റീഅറേഞ്ച് ചെയ്യാം അല്ലേ. സ്ഥിരം ചെയ്ത പരിപാടിയാണ്, എന്തുവാ ഒന്ന് റീഅറേഞ്ച് ചെയ്യുക. കോൺസ്റ്റൻറ്റുകളൊക്കെ K1 K2t പിന്നെയോ K3t², ഇവരൊരുമിച്ച് എഴുതി. പിന്നെയോ എക്സ് എന്ന് പറയുമ്പം K2 ഉണ്ട്, പിന്നെ ഇപ്പുറത്തോ ഒരു 2 K3t ഉണ്ട്, വേറെ ആരില്ലല്ലോ, ഇല്ല. 2 K3t എക്സ് ഉണ്ട് പ്ലസ് ലാസ്റ്റ് K3x² ഉണ്ടല്ലേ. ദിസ് ഈസ് C0 പ്ലസ് C1x പ്ലസ് C2x². ഇനി എന്താ ചെയ്യേണ്ടത്, വി ഹാവ് ടു കമ്പയർ ദിസ് ആൻഡ് റൈറ്റ് ദ വാല്യൂസ്. അപ്പോൾ എന്ത് കിട്ടിയടാ, K1 പ്ലസ് K2t പ്ലസ് K3t² എന്താന്ന് കിട്ടി, C0 ആണ് കിട്ടി. പിന്നെയോ K2 പ്ലസ് 2 K3t എന്ന് പറയുന്നത് C1 ഈക്വൽ ആകാം, രണ്ട് എക്സിൻ്റെ കോയഫിഷ്യൻ്റ് അല്ല. ഇനി x² കോയഫിഷ്യൻ്റ് K3 ആണല്ലോ, ഈസ് ഈക്വൽ ടു C2. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്, ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അല്ലേ. K3 C2ലുണ്ടെങ്കിൽ ഇക്വേഷൻ നമ്പർ 1 ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, അങ്ങനെയാണ് K3 രണ്ടിലിട്ട് കൊടുക്കുമ്പോൾ എന്താ വരിക, K2 പ്ലസ് 2C3t ഈക്വൽ ടു C1 അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് K2 എന്താണെന്ന് കിട്ടും, C1 മൈനസ് 2C3t ആണ്. സോറി C2t, സോറി C3 അല്ല C2 ആണ്, സോറി 2C2t. ഓക്കെ,
അപ്പോൾ K2 കണ്ടുപിടിച്ചു. K3 ഓൾറെഡി നമുക്ക് ഇക്വേഷനിൽ നിന്ന് കിട്ടി. അത് രണ്ടാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ K2 കണ്ടുപിടിച്ചു. ഇനി നമ്മളെ പണി എന്തുവാ? K3 കിട്ടി, K2 കിട്ടി, ലാസ്റ്റ് സ്കെയിലർ K1 കൂടെ കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ എന്ത് ചെയ്യും? ഇൻ വണ്ണിൽ ഇക്വേഷൻ 1 കൊടുക്കുമ്പോൾ എന്ത് വരും? K1 പ്ലസ് C1 മൈനസ് 2C2t ഇൻറ്റു ടി പ്ലസ് K3 എന്തുവാ? C2 ഇൻറ്റു ടി സ്ക്വയർ അല്ലേ? ഈക്വൽ ടു C0 എന്ന് വന്നിട്ടുണ്ട് അല്ലേ? ചെയ്യുമ്പോൾ K1 പ്ലസ് C1t മൈനസ് 2C2t സ്ക്വയർ പ്ലസ് C2t സ്ക്വയർ ഈക്വൽ ടു C0. K1 പ്ലസ് C1t മൈനസ് 2C2t സ്ക്വയർ പ്ലസ് 2C2t സ്ക്വയർ മൈനസ് C2t സ്ക്വയർ മാത്രമാവും അല്ലേ? ഈക്വൽ ടു C0. ഇനി അങ്ങോട്ട് മാറ്റുമ്പോൾ എന്ത് വരും? K1 ഈക്വൽ ടു C0 മൈനസ് C1t പ്ലസ് C2t സ്ക്വയർ. അപ്പോൾ എന്ത് കിട്ടിയടാ? നമുക്ക് 3 സ്കേലാർസും കിട്ടിയില്ലേ? K1 കിട്ടി, K2 കിട്ടി, K3 കിട്ടി അല്ലേ? ഈ 3 സ്കേലാർസും എക്സിസ്റ്റ് ചെയ്യുന്നതല്ലേ? നമ്മൾ നമ്മുടെ ഒരു വെക്ടറിനെ ഇവരുടെ ലീനിയർ കോമ്പിനേഷൻ G1 G2 G3യുടെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതുമ്പോൾ അവിടെയുള്ള സ്കേലാർസ് അവിടെ എഴുതാൻ പറ്റണമെങ്കിൽ അവിടെ സ്കേലാർസ് ഉണ്ടാവണം നമുക്കറിയാം അല്ലേ? അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തപ്പം അവിടെ സ്കേലാർസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് എന്ത് പറയാടാ? നമുക്ക് എന്ത് പറയാൻ പറ്റും? C0 പ്ലസ് C1x പ്ലസ് C2x സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? K1 മേലെ C0 മൈനസ് C1t പ്ലസ് C2t സ്ക്വയർ ഇൻറ്റു G1 പ്ലസ് അടുത്തത് K2ഓ C1 മൈനസ് 2C2t ഇൻറ്റു G2 പ്ലസ് C2 ഇൻറ്റു G3. ഇനി ഈ ലീനിയർ കോമ്പിനേഷൻ ചെയ്താൽ പറ്റും. ദാറ്റ് ഈസ് ദ സ്കേലാർസ് എക്സിസ്റ്റ് അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്പാൻ ചെയ്യുന്നുണ്ടല്ലോ. സ്പാൻ ബി എന്ന് പറയുന്നത് നമുക്ക് വി ആണെന്ന് പറയാൻ പറ്റും. ദെർഫോർ നമുക്ക് എന്ത് പറയാൻ പറ്റൂടാ? ബി ഈസ് ഈക്വൽ ടു G1 G2 G3 എന്താണ്? ലീനിയർ ഇൻഡിപെൻഡൻറ്റും ആണ്, അതേപോലെ സ്പാനും ചെയ്യുന്നുള്ളതുകൊണ്ട് ഈസ് ആൻ ഓർഡേർഡ് ബേസിസ് ആണ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഓർഡേർഡ് ബേസിസ് ആണ് നമുക്ക് പറയാൻ പറ്റും. ഇനി എന്തുവാ? നമ്മളെ രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് യു ഹാവ് ടു ഫൈൻഡ് ദി കോർഡിനേറ്റ്സ് അല്ലേ? അപ്പോൾ കോർഡിനേറ്റ്സ് ഓഫ് എഫ് ഇൻ വിത്ത് റെസ്പെക്ട് ടു ബി അല്ലേ? അപ്പം കോർഡിനേറ്റ്സ് ഓഫ് f of x is equal to C0 plus C1x plus C2x square അല്ലേ? ഇൻ ബി. നോക്കിയ മക്കൾ, ഇത് തന്നെയല്ലേ ബി? ഇവരെ തന്നെയല്ലേ നമ്മൾ ഇവരുടെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതി വെച്ചേക്കുന്നല്ലേ? എഫ് ഓഫ് എക്സിന്റെ ഫോമിലേയും C0 പ്ലസ് C1x പ്ലസ് C2x സ്ക്വയറാ. നോക്കിയേ, ഇവരെയല്ലേ നമ്മൾ G1 G2 G3യുടെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതി വെച്ചേക്കുന്നത് അല്ലേ? അപ്പോൾ അവിടുത്തെ സ്കേലാർസ് എന്തായിരിക്കും? ഇവരുടെ കോർഡിനേറ്റ്സ് നമുക്ക് പറയാം അല്ലേ? കാരണം നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. നമ്മൾ സ്പാനിങ് സെറ്റ് ആണോ ചെക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ എന്തും കണ്ടുപിടിച്ചു, സ്കേലാറും കണ്ടുപിടിച്ചു. കാരണം രണ്ടും ഒരേ ഫോമിലാണ് ഉള്ളത് അല്ലേ? C0 പ്ലസ് C1x പ്ലസ് C2x സ്ക്വയർ. അതുകൊണ്ട് നമ്മൾ സ്പാൻ ആണോ ചെക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് സ്കേലാർസും കിട്ടി. സ്കേലാർസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കണമെങ്കിൽ സ്കേലാർസ് അതും കണ്ടുപിടിക്കണ്ടേ? അത് നമ്മൾ കണ്ടുപിടിച്ചു. നമുക്കിപ്പം ഇവിടെ ഇനി പ്രത്യേകം കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കേണ്ട ആവശ്യം നമുക്കുണ്ടോ? ഇല്ല അല്ലേ? നമുക്കപ്പോൾ എന്ത് ചെയ്യാം? ഇതിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ആയിട്ട് എഴുതാം അല്ലേ? അപ്പം കോർഡിനേറ്റ്സ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു ബി എന്ന് പറയുന്നത് എന്തായിരിക്കടാ? K1 K2 K3 ആണ്. അത് ആരൊക്കെയാണ്? കോർഡിനേറ്റ്സ് ആരൊക്കെയാണ്? C0 മൈനസ് C1t പ്ലസ് C2t സ്ക്വയർ. K2ഓ C1 മൈനസ് 2C2t. K3ഓ C2. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടി? ഇതിൻ്റെ സ്കേലാർസ് കോർഡിനേറ്റ്സും കിട്ടി. കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ പ്രത്യേകം ഒന്നും ചെയ്തില്ല. കാരണം ഓൾറെഡി എന്തുണ്ട്? ഓൾറെഡി ഇതിൽ നമ്മൾ സ്പാൻ ചെക്ക് ചെയ്യാൻ വേണ്ടി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, സിൻസ് എഫ് ഓഫ് എക്സും അതേ ഫോമിൽ തന്നെയാണ്, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാം. ഓക്കെ, നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലൂടെ കൂടെ കടക്കാം. അതോടെ കഴിഞ്ഞ സെക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. Let V be a vector space over the complex numbers. The capital V be a vector space over the complex numbers. Number of all functions from R into C. That is
the space of all complex valued functions in the real life. Let f1 of x ആയിട്ട് നമുക്ക് എന്തെടുക്കാം 1 ആണ്. f2 of x എന്ന് പറയുന്നത് e raised to ix ഉം f3 of x എന്ന് പറയുന്നത് e raised to minus ix. ഓക്കെ, അപ്പോൾ ഈ ഒരു വെക്റ്റർ സ്പേസ് ഓഫ് ദ ഫീൽഡ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. ഓക്കെ, അവിടെ ഫീൽഡ് കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. ഓഫ് ഓൾ ഫംഗ്ഷൻസ് ആറിന് സീറോത്തേക്കുള്ള ഫംഗ്ഷൻസിന്റെ കളക്ഷൻസ് ആണ്. സ്പേസ് ഓഫ് ഓൾ, ദാറ്റ് ഈസ് സ്പേസ് ഓഫ് ഓൾ കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷൻസ്. ഓക്കെ, നമുക്ക് f1 f2 f3 തന്നിട്ടുണ്ട്. പ്രൂവ് ചെയ്യേണ്ട എന്തുവാ? പ്രൂവ് ദാറ്റ് f1 f2 f3 ആർ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ് പ്രൂവ് ചെയ്യണം. ഓക്കെ, ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ് നമ്മൾ പ്രൂവ് ചെയ്യണം. നെക്സ്റ്റ് വൺ g1 of x. അപ്പം ലെറ്റ് g1 of x എന്ന് പറയുന്നത് 1 ആണ്. g2 of x cos x ഉം g3 of x sin x ഉം ആണെങ്കിൽ, ഓക്കെ, sin x ഉം ആണെങ്കിൽ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? യു ഹാവ് ടു ഫൈൻഡ് എന്ത് കണ്ടുപിടിക്കണം? ഇൻവേർട്ടിബിൾ മെട്രിക്സ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇൻവേർട്ടിബിൾ മെട്രിക്സ് എക്സിസ്റ്റ് ചെയ്യുന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. നമ്മുടെ പണി എന്തുവാ? യു ഹാവ് ടു ഫൈൻഡ് ഇൻവേർട്ടിബിൾ 3x3 മെട്രിക്സ് അല്ലേ. ഇൻവേർട്ടിബിൾ 3x3 മെട്രിക്സ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടി വരും. എന്താണ്? സി സച്ച് ദാറ്റ് gj എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓരോ gj എന്ന് പറയുന്ന ഓരോ എലമെന്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ആ മെട്രിക്സിലെ Pijന്റെ കോമ്പിനേഷൻ ഈക്വൽ, ആ മെട്രിക്സിന്റെ കോളം വെക്ടേഴ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള മെട്രിക്സ് കണ്ടുപിടിക്കണം. നമ്മൾ ഇതിന്റെ തിയറം നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ. നമ്മൾ പിന്നെ മെട്രിക്സ് എന്നിട്ട് ഇതാന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്. എന്ത്? ഇൻവേർട്ടിബിൾ മെട്രിക്സ് എന്നൊക്കെ നമ്മളെല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ തിയറം പാർട്ട് നമ്മൾ ചെയ്താണ്. നമുക്കിന്റെ പ്രോബ്ലം കൂടെ ചെയ്താൽ മതി. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഏത് കണ്ടുപിടിക്കാം? ഫസ്റ്റ് പാർട്ട് കണ്ടുപിടിക്കാം. എന്ന് വെച്ചാൽ ലീനിയർ ഇൻഡിപെൻഡൻസ് അല്ലേ. f1 1 ആണ്, f2 e raised to ix ആണ്, f3 എന്ന് പറയുന്നത് e raised to minus ix. ഓക്കെ, അപ്പോൾ c1 f1 plus c2 f2 plus c3 f3 0 ആയിട്ട് എടുക്കാം. ലീനിയർ കോമ്പിനേഷൻ 0 ആക്കി എടുത്തു. c1 plus c2 e raised to ix plus c3 e raised to minus ix equal to 0. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് വെച്ചിട്ട് ഇക്വേറ്റ് ചെയ്യുക? നമുക്കൊരു കോംപ്ലക്സ് നമ്പർ നമുക്കറിയാം അല്ലേ. അപ്പോൾ കോംപ്ലക്സ് ഫംഗ്ഷനിൽ ഇപ്പോൾ ആഡ് ചെയ്താൽ നമുക്കൊരു കോംപ്ലക്സ് തന്നെ കിട്ടണ്ടേ. അപ്പോൾ 0 നമുക്ക് കോംപ്ലക്സ് ഫോമിൽ എഴുതാം അല്ലേ. 0 എങ്ങനെ എഴുതാം? 0 plus 0 ആയി എഴുതാം. ഓക്കെ, കാരണം കോംപ്ലക്സ് ആയതുകൊണ്ടാണ് നമ്മൾ 0നെ 0 plus ആയി എഴുതുക. പക്ഷേ റൈറ്റ് സൈഡിൽ നോക്കി, ലെഫ്റ്റ് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ഐ അവിടെ താഴെ ഉണ്ടോ? ഐ ഒക്കെ മുകളിലല്ലേ. നമുക്കൊന്ന് മാറ്റി എഴുതാം അല്ലേ. എങ്ങനെ എഴുതാം? e raised to ix നെ e raised to i theta എന്താന്ന് ഓർമ്മയുണ്ടായിരുന്നു? e raised to i theta എന്താന്ന് ഓർമ്മയുണ്ടായിരുന്നു? എന്തായിരുന്നു? cos theta plus i sin theta. ഓക്കെ, e raised to i theta എന്താണ്? cos theta plus i sin theta. e raised to minus i theta എന്തായിരുന്നു? നമ്മൾ പ്ലസ് ടു പഠിച്ചത് cos theta minus i sin theta ന്റെ പോളാർ ഫോം അല്ലേ. അപ്പോൾ ഇതെങ്ങനെ എഴുതാം? c2 into e raised to x എങ്ങനെ എഴുതാം? cos x plus i sin x plus c3 into cos x minus i e raised to minus ix ആണ്, minus i sin x equal to 0 plus 0 ആയി. ഇനി എന്താ നമ്മൾ ചെയ്യണ്ടേ? നമുക്കൊന്ന് ഇവരെ എന്ത് ചെയ്യാം? ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കോംപ്ലക്സ് റിയൽ പാർട്ട് ഇമേജിനറി പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. c2 cos x plus i c2 sin x plus c3 cos x minus i c3 sin x equal to 0 plus 0 ആയി. ഞാനിവിടെ പാർട്ടും കോംപ്ലക്സ് പാർട്ടും മാറ്റി ചെയ്താണ്. c1 plus c2 cos x plus c3 cos x അതൊരു പാർട്ടിൽ പ്ലസ് ഐ കോമൺ ആക്കി പുറത്തെടുക്കുമ്പോൾ c2 sin x minus c3 sin x. ഓക്കെ, ഈക്വൽ ടു 0. ഇനി 0 plus 0 ആയി. നമുക്ക് ഇക്വേറ്റ് ചെയ്താലോ. ഞാൻ പാർട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ c1 plus c2 cos x plus c3 cos x 0 ആണ് കിട്ടും. മറ്റേതോ c2 sin x minus c3 sin x എന്താണ് കിട്ടും?
0 ആണ് കിട്ടും. ഓക്കെ, നമുക്ക് സൈനിലും കോസിലുള്ള ഫംഗ്ഷനാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ. നമ്മൾ എന്ത് ചെയ്യുക, എക്സിന് 0 കൊടുക്കുക. ഓക്കെ, ഇവിടെ നമുക്കിത് കോസും സൈൻ ആയതുകൊണ്ട് നമുക്കറിയാം ഇവിടെ പല വാല്യൂസിൽ ഇവർ 0 ആവും അതല്ലേ. ചില പല കേസിലും ഇവർ എന്താകുന്നുണ്ട് 0 ആവുന്നുണ്ട്. നമുക്ക് സൈനും കോസും ഒരൊറ്റ പോയിന്റ് ആണോ 0 ആവുക, അല്ലല്ലേ, പല പോയിന്റ്സും 0 ആവുന്നുണ്ട് അല്ലേ. അപ്പൊ നമ്മൾ ആ കേസസ് നമ്മളിവിടെ കൺസിഡർ ചെയ്യാം. അപ്പൊ ആദ്യം എന്താ ചെയ്യേണ്ടത്, എക്സ് ഈക്വൽ ടു 0 കൊടുക്കുക. ഓക്കെ, എന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ പണി എന്തുവാ, ലീനിയർ കോമ്പിനേഷൻ 0 ആവണമെന്ന് വെച്ചാൽ ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0 സ്കാലർ ഈക്വൽ ടു 0 അല്ലേ. സ്കാലർ 0 ആണെങ്കിൽ അല്ലെങ്കിൽ കോസ് എക്സ് അല്ലെങ്കിൽ സൈൻ എക്സ് 0 ആവണം, എന്നാലും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 0 ആവുന്ന കേസസ് എടുക്കാം. എക്സ് ഈക്വൽ ടു 0യും 1 and 2 ഇട്ട് കൊടുക്കുക. അപ്പൊ എന്താ സംഭവിക്കുക, എക്സ് ഇക്വേഷൻ 1 and 2 ഇട്ട് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക, ഫസ്റ്റ് ഇക്വേഷൻ ഉണ്ടാവും c1 പ്ലസ് c2 ന്റെ കോസ് 0 എന്തുവാ, കോസ് 0 എന്തുവാ മക്കളെ, കോസ് 0 1 ആണ് അല്ലേ. അപ്പൊ c1 പ്ലസ് c2 പ്ലസ് c3 ഈക്വൽ ടു 0 വരും. മറ്റേ ഇട്ട് കൊടുക്കുമ്പോഴോ സൈൻ 0, സൈൻ 0 എന്താ വരിക, സൈൻ 0 0 ആണ് അല്ലേ. അപ്പൊ രണ്ടാമത്തെ ഇക്വേഷൻ ഉണ്ടാവത്തില്ല. ഇനി എക്സ് ഈക്വൽ ടു പൈ ബൈ 2 കൊടുത്തേ, എക്സ് പൈ ബൈ 2 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും, c1 പ്ലസ് c2 ഇൻറ്റു കോസ് പൈ ബൈ 2 എന്തുവാ, കോസ് പൈ ബൈ 2 എന്ന് പറയുന്നത് 0 ആണ് കേട്ടോ. സൈൻ പൈ ബൈ 2ഓ, സൈൻ പൈ ബൈ 2 ഈക്വൽ ടു 1 ആണ്. അപ്പോൾ c1 പ്ലസ് c2 പ്ലസ് c3 ഈക്വൽ ടു 0 വരും. ഓക്കെ, സോറി c1 പ്ലസ് c2 ഉണ്ടാവില്ല, c2 c3 0 ആയി പോകത്തില്ല, കോസ് പൈ ബൈ 2 0 ആയി പോകുന്നതുകൊണ്ട് c1 ഈക്വൽ ടു 0 എന്ന് വരും. താഴെയോ സൈൻ പൈ ബൈ 2 1 ആയതുകൊണ്ട് c2 മൈനസ് c3 ഈക്വൽ ടു 0 വരും അല്ലേ. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുമടാ, c2 ഈക്വൽ ടു c3 ന് കിട്ടുമല്ലോ. ഓക്കെ, ഇത് ഈക്വൽ ടു c2 ഈക്വൽ ടു c3, c2 c3 എന്താണ് കിട്ടി, സെയിം ആണ് കിട്ടി അല്ലേ. അപ്പം c1ന്റെ വാല്യൂയും കിട്ടി, c1 ഈക്വൽ ടു 0 ആണ് കിട്ടി, c2 c3 സെയിം ആണ് കിട്ടി. നമുക്കതൊന്ന് ഈ ഇക്വേഷൻ ഇങ്ങനെ കൊടുക്കാം കേട്ടോ. ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ വരിക, c1ന്റെ വാല്യൂ 0 ആണ് പ്ലസ് c2 പ്ലസ് c3 ഈക്വൽ ടു c2 ആയതുകൊണ്ട് ഞാൻ c3ക്കും c2 എന്നാണ് കിട്ടുന്നത് ഈക്വൽ ടു 0, ദാറ്റ് ഈസ് 2c2 ഈക്വൽ ടു 0 എന്ന് കിട്ടി. അതിനകത്ത് എന്തുവാ, c2 0 ആണ് കിട്ടി അല്ലേ. c2 0 ആണെങ്കിൽ c3 എന്തായിരിക്കും, c2 ഈക്വൽ ടു c3 തന്നിട്ടുണ്ട്, c3 ഈക്വൽ ടു 0 ആണ് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയടാ, c1 ഈക്വൽ ടു 0 ആണ് കിട്ടി, c2 0 ആണ് കിട്ടി, c3യും 0 ആണ് കിട്ടി. അപ്പോൾ ലീനിയർ കോമ്പിനേഷൻ 0 ആയപ്പോൾ സ്കാലാർസും 0 ആണെന്ന് കണ്ടല്ലോ. ഇവിടെ സോൾവ് ചെയ്യുന്നത് ശ്രദ്ധിക്കണം, കാരണം സൈനും കോസൊക്കെ ആയതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇനി ആംഗിൾ വാല്യൂ എടുക്കാൻ പറ്റത്തുണ്ട്. സൈനും കോസും 0 ആവുന്ന രണ്ട് കേസ് എടുത്തു, എക്സ് 0 കൊടുത്തു, എക്സ് പൈ ബൈ 2 കൊടുത്തു. ആ രണ്ട് കേസിൽ നിന്നുള്ള ലീനിയർ എന്താ പറയുക റിസൾട്ട് വെച്ച് നമ്മൾ എന്ത് പറഞ്ഞു, സ്കാലാർസ് 0 ആണെന്ന് പറഞ്ഞു അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ലീനിയർ കോമ്പിനേഷൻ 0 ആയതുകൊണ്ട് സ്കാലാർസ് ഒക്കെ 0 ആയി. സോ നമുക്ക് എന്ത് പറയാം, സെറ്റ് f1 f2 f3 എന്താന്ന് പറയാൻ പറ്റും, ഈ ആ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയാൻ പറ്റും അല്ലേ. ഓക്കെ, ഇനി നമ്മുടെ ബി പാർട്ട് എന്തുവാ, നമുക്ക് എന്ത് കണ്ടുപിടിക്കണം മക്കളെ, ബി പാർട്ട് എന്തുവാ, നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ഇവരുടെ ഒരു ഇൻവേർട്ടിബിൾ മെട്രിക്സ് കണ്ടുപിടിക്കണം അല്ലേ. ഇൻവേർട്ടിബിൾ മെട്രിക്സിന്റെ പ്രത്യേകത എന്താണ്, ഇവിടെ എങ്ങനെയാണ് ഇൻവേർട്ടിബിൾ മെട്രിക്സിന്റെ കോളംസ് ഉള്ളത് എഴുതുക, അതിൽ ഓരോ നമ്മുടെ g1 g2 g3 ഓക്കെ, ഈ g1നെയും g2നെയും g3നെയും ഒക്കെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യേണ്ടത്, സമ്മേഷൻ pij fi അല്ലേ. എന്ന് വെച്ചാൽ എഫുകളുടെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതണം, അതിന്റെ സ്കാലാർസ് ആയിട്ട് വരുന്ന ആളാണ് pij. ഇതായിരിക്കും നമ്മുടെ ആ എന്താണ് മെട്രിക്സിലെ കോളം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ പണി എന്ന് വെച്ചാൽ എന്തുവാ, ഓരോ സെറ്റിനും ഇതിന്റെ പിന്നെ ഓരോ g1ന് ഇതുപോലെ എഴുതുമ്പോൾ നമുക്ക് ഫസ്റ്റ് കോളം കിട്ടും, g2ന് ഇതുപോലെ എഴുതുമ്പോൾ സെക്കൻഡ് കോളം, c2ന് ഇതുപോലെ എഴുതുമ്പോൾ എന്ത് ചെയ്യുക, തേർഡ് കോളം. എന്ന് വെച്ചാൽ നമുക്ക് തന്നിരിക്കുന്ന ജികളുടെ അല്ലേ, ജികളുടെ കോർഡിനേറ്റ്സ് വിത്ത് റെസ്പെക്ട് ടു fi, ജികളുടെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കുക, ദാറ്റ് ഈസ് pij കണ്ടുപിടിക്കുക. ആ കോർഡിനേറ്റ്സിനെ കമ്പൈൻ ചെയ്ത് എഴുതി നമുക്ക് എന്ത് കിട്ടി, അത് ഇപ്പോൾ ഒരു കോളം വെച്ച് നമുക്ക് എഴുതിയാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന 3x3 മെട്രിക്സ് കിട്ടി. എനിക്ക് തോന്നുന്നു നമ്മൾ പ്രൂഫ് പഠിച്ചതാണ് ഇതിന്റെ, ഓർമ്മയില്ലേ, അതിന്റെ പ്രൂഫ് നമ്മൾ പഠിച്ചതാണ്. ഒരു ടൈം ഓക്കെ, ഓൾമോസ്റ്റ് ഒരു മിനിറ്റ് നമ്മളും കൂടെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വേഗം വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റുന്ന പറയുന്ന പേര് ഇൻവേർട്ടിബിൾ മെട്രിക്സ് കാണാൻ പറ്റും. അതിൽ ഓരോ കോളം എന്തായിരിക്കും, കോർഡിനേറ്റ് വെക്ടേഴ്സ് കോർഡിനേറ്റ്സ് ആയിരിക്കും, ആളുടെ കോർഡിനേറ്റ്സ് നമ്മുടെ ഓരോ ജികളുടെ കോർഡിനേറ്റ്സ് വിത്ത് റെസ്പെക്ട് ടു ഓരോയുടെ ബേസിസ്. ഓക്കെ, നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് നോക്കിയാലോ, ഫസ്റ്റ് ജി എടുക്കാം അല്ലെ, ഫസ്റ്റ് g1 ഈക്വൽ ടു 1 എടുക്കാം. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഈ 1നെ
ഈ F1 F2 F3 ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാല്ലേ. നമ്മുടെ പണി എന്തുവാ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇങ്ങനെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതുമ്പോൾ അവിടെ വരുന്ന സ്കെയിലാർസ് എഴുതാം, പക്ഷേ കോർഡിനേറ്റ്സ് എഴുതിക്കാം. അങ്ങനെ ഇവരുടെ ഇത് വെച്ചിട്ടാണ് നമുക്ക് പറയാൻ പറ്റുക. ഓക്കെ, ഇവരുടെ കോർഡിനേറ്റ്സ് വെച്ചിട്ടാണ് നമുക്ക് മെട്രിക്സ് പറയാൻ പറ്റുക. F1 1 ആണ് പ്ലസ് C2 ഇൻറ്റു e⁻ix ആണ്. സോ അതിനെ ഞാൻ എങ്ങനെ എഴുതി മക്കളെ, e⁻ix പ്ലസ് C3 ഇൻറ്റു e⁻−ix. ഓക്കെ, ഞാൻ തിരിച്ച് എഴുതുകയാണേ. C1 പ്ലസ് C2 cos x പ്ലസ് I sin x അല്ലേ, പ്ലസ് C3 ഇൻറ്റു cos x മൈനസ് I sin x വരും അല്ലേ, ഈക്വൽ ടു 1 വരും. 1 നമുക്കൊന്ന് ഇക്വേറ്റ് ചെയ്യണമെങ്കിൽ ഇതിനെ എങ്ങനെ എഴുതണടാ, ഇപ്പോഴത്തും കോംപ്ലക്സ് തന്നെ വരണ്ടേ. 1 നമുക്ക് 1 പ്ലസ് 0I എന്ന് എഴുതാം കേട്ടോ. ഓക്കെ, C1 പ്ലസ് ഞാൻ റിയൽ പാർട്ടിന് മാത്രമേ മാറ്റിയത് C2 cos x പ്ലസ് C3 cos x, മറ്റേതോ മൈനസ് അതിനെ ഞാൻ പുറത്തെടുത്തു, പ്ലസ് അതിനെ ഞാൻ പുറത്തെടുക്കുമ്പോൾ C2 sin x മൈനസ് C3 sin x വന്നു അല്ലേ, ഈക്വൽ ടു 1 പ്ലസ് 0I. ഓക്കെ, നമുക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരുവടാ, C1 പ്ലസ് C2 cos x പ്ലസ് C3 cos x എന്താണ് കിട്ടി, 0 ആണ് കിട്ടി. C2 sin 0 അല്ല 1 ആണ് കിട്ടി. C2 sin x മൈനസ് C3 sin x എന്താണ് കിട്ടി, 0 ആണ് കിട്ടി. ഓക്കെ, ഇവിടെയും ഇതേ കേസ് എന്ത്, ഇനി എന്താ നമുക്ക് ചെയ്യേണ്ടത്, ഇതേ കേസ് എക്സിന് 0 എക്സിന് π/2, x ഈക്വൽ ടു 0 എടുക്കുമ്പോൾ എന്താണ് വരിക, ഫസ്റ്റ് ഇക്വേഷൻ എന്താവും, ഇക്വേഷൻ നമ്പർ 1 ഇത് ഇക്വേഷൻ നമ്പർ 2 കേട്ടോ. x 0 ആകുമ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എന്താവും, C1 പ്ലസ് C2 പ്ലസ് C3 ഈക്വൽ ടു 1 വരും. സെക്കൻഡ് ഇക്വേഷൻ 0 എടുക്കുമ്പോൾ 0 ഈക്വൽ ടു 0 വരും. ഓക്കെ, ഇനി x ഈക്വൽ ടു π/2 കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക, C1 ഈക്വൽ ടു C2 cos π/2 0 ആയതുകൊണ്ട് C1 ഈക്വൽ ടു 1 എന്ന് വരും. രണ്ടാമത്തെ ഇക്വേഷനോ C2 മൈനസ് C3 ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ C1 ഈക്വൽ ടു 1 വന്നു, നോ C2 ഈക്വൽ ടു C3 എന്ന് കിട്ടി. നമുക്ക് ഈ ഇക്വേഷൻ മുകളിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മുകളിൽ ഇക്വേഷൻ ഇതേന്ന് കൊടുക്കാം അല്ലേ. ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ വരിക, സബ്സ്റ്റിറ്റ്യൂട്ടിങ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടൂടാ, C1 1 ആണെന്ന് തന്നിട്ടുണ്ടല്ലേ, അപ്പോൾ 1 പ്ലസ് C2 എന്ന് പറയുന്നത് C2 പ്ലസ് C3 അല്ലേ, C2 ഈക്വൽ C3 നമുക്ക് തന്നിട്ടുണ്ട്. സോ C2 പ്ലസ് C2 ഈക്വൽ ടു 1 ആണ് തന്നിട്ടുള്ളത്. ദാറ്റ് ഈസ് 2C2 ഈക്വൽ ടു 0 ആണ്, C2 0 ആണ് കിട്ടി. C2 0 ആണെങ്കിൽ C2 അതും 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കോർഡിനേറ്റ്സ് കിട്ടിയല്ലേ, G1ൻ്റെ വിത്ത് റെസ്പെക്ട് ടു ദിസ് ബേസിസ് എഫിൻ്റെ ബേസിൽ G1ൻ്റെ കോർഡിനേറ്റ്സ് എന്താണെന്ന് കിട്ടി, 1 0 0 ആണ് കിട്ടി. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി എന്ത് പോകണം, രണ്ടാമത്തെ G2 വിത്ത് റെസ്പെക്ട് ടു G2 എഴുതിയാലോ. G2 എന്തായിരുന്നു, G2 എന്ന് പറയുന്നത് cos x ആണല്ലേ. cos x ഇവിടെ ലീനിയർ കോമ്പിനേഷൻ ആക്കിയത് C1 F1 പ്ലസ് C2 F2 പ്ലസ് C3 F3 ഈക്വൽ ടു cos x. നിങ്ങൾ പിന്നീട് എക്സ്പാൻഡ് ചെയ്യാൻ നിൽക്കരുത്, ഓൾറെഡി നിങ്ങളൊരു എക്സ്പാൻഷൻ ഇവിടെ എഴുതിയിട്ടുണ്ടല്ലേ, C1 F പ്ലസ് C2 F2 പ്ലസ് C3 F3, അത് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതിയാൽ മതി. അല്ലാണ്ട് പിന്നെയും എഴുതുമ്പോൾ നിങ്ങൾക്ക് ഇനി അത് ബുദ്ധിമുട്ട് വരും കേട്ടോ. എക്സ്പാൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി നിങ്ങൾ എക്സ്പാൻഷൻ ചെയ്തിട്ടുണ്ടല്ലോ, അത് എഴുതിക്കോ. C1 പ്ലസ് C2 cos x പ്ലസ് C3 cos x പ്ലസ് I ഇൻറ്റു C2 sin x മൈനസ് C3 sin x അല്ലേ, ഈക്വൽ ടു cos x. cos xനെ cos x പ്ലസ് 0I എന്ന് എഴുതാം, അല്ലെങ്കിൽ നമുക്കത് ഇക്വേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, റിയൽ പാർട്ട് C1 പ്ലസ് C2 cos x, നമുക്ക് ഇങ്ങനെ എഴുതാം, ഒന്നും കൂടി C2 cos x പ്ലസ് C3 cos x എന്താണ് കിട്ടി, cos x ആണ് കിട്ടി അല്ലേ. രണ്ടാമത്തതോ, രണ്ടാമത്തെ എന്താ കിട്ടുക, C2 sin x മൈനസ് C3 sin x ഈക്വൽ ടു 0. ഇതിൻ്റെ കേസ് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. C2 ഈക്വൽ ടു sin x ഈക്വൽ ടു C3 sin x, sin x കട്ട് ചെയ്താൽ C2 ഈക്വൽ ടു C3 അതിൽ നിന്ന് കിട്ടും അല്ലേ. ഇത് ഇവിടെ നമുക്ക് വേണ്ട C1 പ്ലസ്, രണ്ടിലും cos x കോമൺ അല്ലേ, കോമൺ ആയിട്ട് പുറത്തേക്കും C1 പ്ലസ് C3 ഇൻറ്റു cos x ഈക്വൽ ടു cos x. ഇത് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരില്ല, cos xൻ്റെ കോഎഫിഷ്യൻ്റ് ആരാ, cos xൻ്റെ കോഎഫിഷ്യൻ്റ് ആരാണ്, ഇവിടെ നമുക്കത് വെച്ച് കമ്പയർ ചെയ്യാം. cos xൻ്റെ കോഎഫിഷ്യൻ്റ് ഇപ്പുറത്തെ C2 പ്ലസ് C3 ആണ്, അപ്പുറത്തോ cos xൻ്റെ കോഎഫിഷ്യൻ്റ് ആരാ, 1 ആണ് അല്ലേ. സോ C2 പ്ലസ് C3 1 ആണ്. ഇനി C1 നോക്കി, C1ൻ്റെ സ്ഥാനത്ത് ആരെങ്കിലും അവിടെ ഉണ്ടോ, റൈറ്റ് സൈഡിലുണ്ടോ, C1 ലെഫ്റ്റ് സൈഡിൽ C1 റൈറ്റ് സൈഡിലുണ്ടോ, ഇല്ല. C1 ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. ഓക്കെ,
ഓക്കെ. അതിന് ഓൾസോ താഴെ വന്നേ, ഇത് ഫസ്റ്റ് ഇക്വേഷൻ താഴെ വന്നേ, ഇനി C2 sin x ഈക്വൽ ടു C3 sin x എന്ന് കിട്ടുമല്ലോ. ഇവിടെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, കാരണം ഓൾറെഡി 5/2 ആവശ്യമില്ല. നമുക്ക് എന്ത് കിട്ടൂടാ, C2 ഈക്വൽ ടു C3 എന്ന് കിട്ടുമല്ലോ, കിട്ടി. അപ്പോൾ C2 ഈക്വൽ ടു C3 എന്ന് കിട്ടി. ഓക്കെ. ആൻഡ് ഓൾസോ C2 പ്ലസ് C3 1 ആണ് കിട്ടി. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും, ഇതിന് ഇക്വേഷൻ എ കൊടുത്തോട്ടോ. അപ്പം എയിലിട്ട് കൊടുക്കുമ്പോൾ എന്താ വരിക, C2 പ്ലസ് C3 1 ആണ്. C2 C3 ഈക്വൽ ആയതുകൊണ്ട് C2 പ്ലസ് C2 ഈക്വൽ ടു 1, ദാറ്റ് ഈസ് 2C2 1 ആണ് കിട്ടി. അപ്പോൾ C2 1/2. അടുത്തതോ C3, അപ്പോൾ C3 എന്തായിരിക്കും, C3 1/2. C1 0 ആണ് ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്തായിരിക്കും മക്കളെ, G2ൻ്റെ കോർഡിനേറ്റ്സ് വിത്ത് റെസ്പെക്ട് ടു G2 എന്ന് പറയുന്നത് എന്താണ്, B എന്ന് പറയുന്നത് എന്താണ് കിട്ടി, 0 1/2 1/2. ഓക്കെ. അത് ഇപ്പോൾ C2ൻ്റെ കോർഡിനേറ്റ്സ് കിട്ടി. ലാസ്റ്റ് G3നെ കൂടി ഇടാം അല്ലേ. G3 ഈക്വൽ ടു സൈൻ എക്സ് ആണ്, G3 ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് ആണല്ലേ. എന്നുവെച്ചാൽ C1 f1 പ്ലസ് C2 f2 പ്ലസ് C3 f3 ഈക്വൽ ടു എന്താണ്, സൈൻ എക്സ് ആണ്. നമുക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, C1 ഇൻറ്റു, നമ്മൾ ഇനി ഫുള്ളി എല്ലാം ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി ഇതേ സംഭവം എല്ലാവർക്കും നമ്മൾ ചെയ്ത് വെക്കുന്നതാണ് അല്ലേ. അപ്പം C1 പ്ലസ് C2 കോസ് എക്സ്, C2 ഞാൻ C2 കോസ് എക്സും C3 കോസ് എക്സും കോസ് എക്സ് കോമൺ ആയതുകൊണ്ട് C2 പ്ലസ് C3 ഇൻറ്റു കോസ് എക്സ്. ഓക്കെ. പ്ലസ് I ഇൻറ്റു എന്ത് വരും, C2 മൈനസ് C3, സൈൻ എക്സ് കോമൺ ആയതുകൊണ്ട് പുറത്തെടുത്ത് C2 മൈനസ് C3 സൈൻ എക്സ്, ഞാൻ കുറച്ചും കൂടെ പുറത്തെടുത്ത് കോമൺ ആയതുകൊണ്ട് ഈക്വൽ ടു സൈൻ എക്സ് ആണ് കിട്ടി അല്ലേ. ഓക്കെ. നമ്മൾ എന്താ ചെയ്യേണ്ടത്, സൈൻ എക്സ് വെച്ച് കമ്പയർ ചെയ്യാം. സൈൻ എക്സിൻ്റെ ഇവിടെ എന്തുവാ, കോസ് എക്സിലെ ടേംസ് ആരെങ്കിലും ഉണ്ടോ, ആരുമില്ല അല്ലേ. സൈൻ എക്സ് അപ്പം എന്താണ്, സൈൻ എക്സ് എന്ന് കിട്ടി. എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പുറത്ത് സൈൻ എക്സിൻ്റെ കോഎഫിഷ്യന്റ് എന്തുവാ, I ആണ്. I ഇൻറ്റു C2 മൈനസ് C3 ഈക്വൽ ടു റൈറ്റ് സൈഡിലെ കോഎഫിഷ്യന്റ് എന്തുവാ, 1. ഇനി കോസ് എക്സിന് വല്ല കോഎഫിഷ്യന്റ് ഉണ്ടോ റൈറ്റ് സൈഡിൽ, ഇല്ല അല്ലേ. ഇല്ലാത്ത C2 പ്ലസ് C3 എന്താണ് കൊടുക്കാം, 0 ആണ് കൊടുക്കാം. ഓൾസോ C1 എന്താണ് കൊടുക്കാം, 0 ആണ് കൊടുക്കാം, കാരണം അവർക്കൊന്നും കോഎഫിഷ്യന്റ് അപ്പുറത്ത് കൊടുത്തിട്ടില്ല അല്ലേ. നമ്മളോട് ടേം വെച്ചാണ് ഇവിടെ കമ്പയർ ചെയ്യുന്നത് കേട്ടോ. ഇവിടെ സൈൻ എക്സിന്റെ കോഎഫിഷ്യന്റ് റൈറ്റ് സൈഡിൽ 1 ഉള്ളതുകൊണ്ട് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ അതിന്റെ കോഎഫിഷ്യന്റ് 1 ഇക്വേറ്റ് ചെയ്തു. ബാക്കി കോസ് എക്സ് ഒന്നും അവിടെ ഇല്ലാത്തതുകൊണ്ട് അവരുടെ കോഎഫിഷ്യന്റ് 0 ആയിട്ട് കിട്ടും. ഓക്കെ. ഇതെന്ത് കിട്ടൂടാ, ഫസ്റ്റ് ഇക്വേഷന് C2 മൈനസ് C3 ഈക്വൽ ടു 1/I എഴുതി. താഴെ ഡിനോമിനേറ്റർ I വരാത്തതുകൊണ്ട് I കൊണ്ട് താഴെ മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് I ആണ്. ഓക്കെ. ഓക്കെ. ആൻഡ് ഓൾസോ C2 പ്ലസ് C3 എന്താണ് കിട്ടി, 0 നമ്മുടെ കയ്യിലുണ്ടല്ലേ. ഇനി രണ്ട് ഇക്വേഷൻ നമുക്ക് ആഡ് ചെയ്തൂടെ, 2 കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്താ വരിക, 2C2 ഈക്വൽ ടു മൈനസ് I എന്ന് വരും അല്ലേ. അപ്പോൾ ഇതിന് C2 എന്താണ് കിട്ടി, മൈനസ് I/2. ഓക്കെ. C2 ഈക്വൽ ടു മൈനസ് I/2. ഇനി അടുത്ത് എന്തുവാ, C2 പ്ലസ് C3 0 ആണ് തന്നിട്ടുണ്ട് അല്ലേ. ഇതിന് എങ്ങനെ എഴുതാം, C2 ഈക്വൽ ടു മൈനസ് C3 എന്ന് എഴുതാം. ദാറ്റ് ഈസ് C3 ഈക്വൽ ടു മൈനസ് C2. C2 കാണിക്കണം, C3 ഈക്വൽ ടു മൈനസ് C2 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ എന്ത് എഴുതി, മൈനസ് ഓഫ് മൈനസ് I/2 അല്ലേ, ദാറ്റ് ഈസ് I/2. അപ്പോൾ C3 കിട്ടി. C1 ഓൾറെഡി 0 ആണ് നമ്മളെ കയ്യിലുണ്ടല്ലേ. നമുക്ക് എന്ത് ചെയ്താടാ, G3 ഓഫ് G3യുടെ കോർഡിനേറ്റ്സ് വിത്ത് റെസ്പെക്ട് ടു B എന്തുവാ, എന്തുവായിരുന്നു, 0 മൈനസ് I/2 I/2. ഓക്കെ. സോ ദിസ് വിൽ ബി ദി കോർഡിനേറ്റ്സ് ഓഫ് G3 വിത്ത് റെസ്പെക്ട് ടു B. ഇനി എന്താ നമ്മുടെ പണി, നമുക്ക് മെട്രിക്സ് ആണ് പിടിക്കണ്ടേ. മെട്രിക്സ് പറയുമ്പോൾ നമുക്കറിയാം ഈ കോർഡിനേറ്റ്സ് ഒക്കെ കോളം മെട്രിക്സ് ആയിട്ട് എഴുതാം അല്ലേ. എഴുതിക്കോളൂ. അപ്പോൾ ഫസ്റ്റ് കോർഡിനേറ്റ്സ് എന്ത് വരുന്നു, 1 0 0 1 0 0. രണ്ടാമത്തെ കോർഡിനേറ്റ് എന്തുവാ, G2ൻ്റെ കോർഡിനേറ്റ് എന്തൊക്കെയാ, 0 1/2 0 1/2 1/2. ഇനി തേർഡ് കോർഡിനേറ്റ് എന്തുവാ, 0 മൈനസ് I/2 മൈനസ് I/2. ഓക്കെ. ദിസ് ഈസ് ദ വേ യു ക്യാൻ റൈറ്റ് n/n മെട്രിക്സ് ഔട്ട് ഓഫ് അല്ലെങ്കിൽ n/n ഇൻവേർട്ടിബിൾ മെട്രിക്സിനെ നമുക്ക് എഴുതാൻ പറ്റും കേട്ടോ. ഓക്കെ. അപ്പം 3 ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, നല്ലപോലെ ചെയ്ത് പഠിക്കുക കേട്ടോ, മനസ്സിലാക്കി ചെയ്ത് പഠിക്കുക. ഞാൻ എപ്പോഴും അങ്ങനെയാണ്, ഈ പേപ്പറിൽ നമുക്ക് പ്രോബ്ലംസ് വലിയില്ലെങ്കിലും കുറവാണ്, എങ്കിൽ കൂടെ ഉള്ളത് എന്ത് ചെയ്യുക, നല്ലപോലെ ചെയ്ത് പഠിക്കുക കേട്ടോ. ഓക്കെ. ഓക്കെ. ബൈ.